ഞാൻ ലെനിനെ ദർശിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എത്ര പേരുണ്ടാവും ലെനിനെ കണ്ടവർ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ലെനിൻ്റെ മൃതദേഹമാണ് കണ്ടത്. 1975 സെപ്റ്റംബർ മാസത്തിൽ, അനേക വർഷങ്ങൾക്ക് മുമ്പ്, മോസ്കോയിലെ ലെനിൻ മുസോളിയത്തിൽ പോയി ലെനിൻ്റെ മൃതശരീരം കണ്ടിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനിലെ ജനങ്ങൾ പൊതുവെ ഹൈറ്റുള്ളവരും നല്ല അതീവ സൗന്ദര്യമുള്ള പുരുഷനും സ്ത്രീയും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് അവിടുത്തെ മനുഷ്യർ. അതിൽ ലെനിനൊരു കുറിയ മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു. ഫിസിക്കലി കുറിയവനാണെങ്കിലും മാനസിക തലത്തിലും ദാർശനികതയിലും ബ്രോഡ് ചിന്ത കൊണ്ടും വിശാലമായ ഹ്യൂമൻ ഇൻട്രസ്റ്റ് കൊണ്ടും അദ്ദേഹം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. എന്തായാലും ലെനിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ മഹത്തായതായിരുന്നു. ആ പ്രത്യയശാസ്ത്രവും അതിൻ്റെ അനുയായികളും കാലത്താൽ നിരാകരിക്കപ്പെടുകയോ കാലഹരണം സംഭവിക്കുകയോ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. മാർക്സും ലെനിനുമായിട്ട് ഇപ്പോൾ വലിയൊരു ബന്ധം ഇപ്പോൾ കാണപ്പെടുന്ന പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്ന് പറയുക പ്രയാസമാണ്. ഒരു പ്രത്യയശാസ്ത്രം ഇങ്ങനെ മാർക്സ് പറഞ്ഞതനുസരിച്ച് തന്നെ നിന്ന നിപ്പിലൊന്നും നിൽക്കില്ല, ചലനാത്മകമാണ്, മാറ്റമില്ലാത്ത ഒന്നും മാത്രമേ ഉള്ളൂ, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണെന്ന് മാർക്സ് പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് മാറുമല്ലോ. പിന്നെ ആ ഫിലോസഫിയിൽ വേറെ ഒരു ചെറിയ കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് വിൽ വിതറവേ എന്നൊക്കെ പറഞ്ഞാൽ അസംഭാവ്യമായിട്ട് തോന്നുന്നു. ഭരണകൂടം പൊഴിഞ്ഞു പോവുകയാണ്. എന്താണ് കാരണം? സഹജാതൃതൻ മൊഴി സംഗീതമായി തോന്നും നാൾ വരും, അല്ലേ എന്നല്ലോ ONV പാടിയത്. ഒരുത്തന് മറ്റുള്ളവൻ്റെ ഒരു സംഭാഷണം പോലും സംഗീതമായി തോന്നുന്ന ഒരു ഗവൺമെൻറ്റിന് ആവശ്യമില്ലാത്ത സ്വയംഭൂവായിട്ടുള്ള അച്ചടക്കമുള്ള എല്ലാവരും മനുഷ്യസ്നേഹികളായിത്തീരുന്ന ഒരു സ്വർഗം ആണ് മാർക്സ് വിഭാവനം ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ കള്ളി പൊളിയല്ലോ.